ഹായ്, എല്ലാവർക്കും രേഖാസ് കിച്ചൺ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് നമ്മുടെ ചെമ്മീനും മുരിങ്ങക്കായി ഇട്ടിട്ട് നാളികേരപ്പാൽ വെച്ചിട്ടുള്ള കൂട്ടാനാണ് കേട്ടോ. അപ്പോൾ ഇത് തൃശ്ശൂർക്കാർക്ക് ഇത് പരിചിതമല്ല. ഇത് ഏത് ജില്ലയിലാണ് ഇങ്ങനെ കറി വെക്കണമെന്നും എനിക്കറിയില്ല. അപ്പോൾ ഇന്ന് അതൊന്ന് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോകട്ടോ. ചെമ്മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ ചെമ്മീനെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ഈ ചെമ്മീനും മുരിങ്ങക്കായി ഇട്ട് നല്ല പറഞ്ഞേക്കണത്. അപ്പോൾ നമുക്ക് അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതെ 3 മുരിങ്ങക്കായി എടുത്തത് നീളത്തിൽ നന്നാക്കി വെച്ചിട്ടുണ്ട്. 3 ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 2 വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്, ചതച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില വെച്ചിട്ടുണ്ട്. 5-6 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ 2 കുടപ്പുളയാണ് കഴുകി ചീന്തി വെച്ചേക്കണത് കേട്ടോ. അപ്പം നമുക്കിതിൽ പുളി കുറവാണെങ്കിൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉള്ള പുളി ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് 2 എണ്ണം വെച്ചേക്കണത്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ, മുളക് പൊടി 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണതൊന്ന് നോക്കാം. കഴുകി വെച്ച ചെമ്മീനിലേക്ക് നമുക്ക് മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം കേട്ടോ. മുരിങ്ങക്കായ്ക്ക് അധികം വേവില്ലാത്ത കാരണം നമുക്കത് കുടപ്പുളിയും എല്ലാതും കൂടിയിട്ട് ഒരുമിച്ച് തന്നെ വെക്കാം. പിന്നെ ഇത് തൃശ്ശൂർക്കാരിൽ ഞാൻ ഇങ്ങനെ ഒരു മുരിങ്ങക്കായ ഇട്ടിട്ട് ചെമ്മീനും മുരിങ്ങക്കായ ഇട്ടിട്ട് കറി വെക്കണത് കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് വെക്കണത്. അപ്പോൾ നിങ്ങളൊന്ന് വെച്ച് നോക്കിയോളോ എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ്. പിന്നെ ചതച്ച ഈ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുടപ്പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണ്ടേ. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് കേട്ടോ. കല്ലുപ്പ്, കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഈ കൈയളവായ കാരണമാണ്. അപ്പോൾ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് വെക്കണത് നാളികേരപ്പാലിലാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതെല്ലാതും കൂടിയിട്ടൊന്ന് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ കൈകൊണ്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്യണത് ഞാൻ ഇതിന് മുന്നത്തെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അതിലറിയാൻ പറ്റും നിങ്ങൾക്ക്. മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഇതിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ തന്നെ പൊത്തി വെച്ച് ഒരു 10 മിനിറ്റോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. പരട്ടി വെച്ച ചെമ്മീൻ്റെ മൂടിയൊക്കെ ഒന്ന് നമുക്ക് തുറന്ന് നോക്കി കൊടുക്കാം കേട്ടോ. ആ മൂടി തുറക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മണം കിട്ടും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നാളികേരപ്പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 1 മുറി നാളികേരത്തിൻ്റെ പാലാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തേക്കണത്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കൈ കൊണ്ടല്ല 1 ടീസ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. നമുക്കിനി പോരെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിലേക്ക്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളത്തിൻ്റെ കുറവ് കാരണം നമുക്ക് അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് തീ കത്തിക്കുമ്പോൾ നമ്മൾ നല്ലപോലെ ഇട്ടിട്ടും തിളച്ചതിന് ശേഷം കുറവിലും വേണം ഇടാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മീൻ കറിയുടെ ചാറല്ലാതെ നല്ല പോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അതെ, നിങ്ങൾക്ക് കാണാൻ തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി ഒന്നും കൂടി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൽ നമുക്ക് ഈ നേരത്തെ നമുക്ക് പുളിയൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കാം കേട്ടോ. ഞാൻ പുളിയൊക്കെ ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ടാ. അപ്പോൾ പുളി ഇത്തിരി കുറവായപ്പോൾ ഞാൻ ഒരു കഷ്ണം കൂടി ചീന്തിയിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചെറിയ തീയിൽ വിറ്റാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റൗവിൻ്റെ തീ ഒന്ന് കുറച്ച് കൊടുക്കാം. സ്റ്റൗവിൻ്റെ തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് ചെരിച്ച് വെച്ചിട്ട് മൂടി വയ്ക്കാം കേട്ടോ. നമുക്ക് മീൻ കറിക്ക് എന്തായി ഒന്ന് നോക്കാം കേട്ടോ. ഞാൻ നല്ല പോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി ഇന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് തുറന്ന് വെച്ച് ഇനി വേവിക്കാം കേട്ടോ.
നമ്മുടെ മീൻകറിയുടെ ചാറെല്ലാതും വറ്റി നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട്. മുരിങ്ങക്കായ് വെന്തിട്ടുണ്ട്. അതേപോലെ ഉപ്പും പുളിയൊക്കെ നോക്കിയപ്പോൾ എല്ലാതും കറക്റ്റ് പാകത്തിനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാകമാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഈ നമുക്ക് ഈ ചട്ടിയിലുള്ളത് കൊണ്ടേ കറി ഇരുന്ന് വറ്റും. അപ്പോൾ നമുക്ക് ഈ പാകത്തിൽ കറി സ്റ്റവ് ഓഫ് ആക്കാം കേട്ടോ. കറിയിലേക്ക് കാച്ചി വയ്ക്കാനായിട്ട് കുറച്ച് ഉള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ 1/4 ടീസ്പൂണും ഉലുവയും വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ സ്റ്റവ് ഒന്നും കൂടി കത്തിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉള്ളി എല്ലാതും നല്ല പോലെ ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് വെന്ത് വെച്ച കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഉള്ളി എല്ലാം ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഇപ്പം ഇത് ഞങ്ങൾ തൃശ്ശൂർക്കാരവിടെ ഇങ്ങനെ ഒരു മുരിങ്ങക്കായും പച്ചച്ചെമ്മീനും വെച്ചിട്ടുള്ള കറികളില്ല കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഒരു പരീക്ഷണമാണ്. ഇത് ഏത് ജില്ലയിലാണ് വെക്കണതെന്നും എനിക്കറിയില്ല ഇങ്ങനെ കറികളൊക്കെ വെക്കുന്നത്. അപ്പോൾ തൃശ്ശൂരും മുരിങ്ങക്കായും പച്ചച്ചെമ്മീനും വെച്ചിട്ടുള്ള കറികളില്ല. ഞാൻ എൻ്റെ ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ തന്നെ അവർ അങ്ങനെ ഒരു കറി ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പരീക്ഷണമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കണം വെച്ചിട്ടാ. അപ്പോൾ അതേ നമ്മുടെ ഉള്ളി എല്ലാതും നല്ല പോലെ മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി കൊടുക്കാം. കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല പോലെ ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കത് മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മീൻ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ കുറച്ച് ഉള്ളി ബാക്കി വന്നത് നമുക്ക് കുറച്ച് ചാറെടുത്തിട്ട് വീണ്ടും അതിലേക്ക് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്വാദിഷ്ടമായ ചെമ്മീനും മുരിങ്ങക്കായും വെച്ചിട്ടുള്ള കൂട്ടാനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ബട്ടൺ അടിക്കാനും മറക്കരുത് കേട്ടോ.